ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, തമ്പുരാനെ, ഈ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയ ആ വൻ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ വചനം കേൾക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കുവാനും അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിറയ്ക്കണമേ. ഈ ധ്യാന സമയം അങ്ങയുടെ സാന്നിധ്യത്താൽ അടിയങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന ധ്യാനം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്ര തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിലും യാഗപീഠത്തിലും മധ്യേ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. അതിങ്കൽ അഹരോനും അവൻ്റെ പുത്രന്മാരൊക്കെയും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അതവർക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, മേൽത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശെഖേൽ അയഞ്ഞ മോരും അതിൽ പകുതി 250 ശെഖേൽ സുഗന്ധ ലവംഗവും 500 ശെഖേൽ വഴനത്തൊലിയും 1 ഹീൽ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായി അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപെട്ടകവും മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളും ധൂമ്രപീഠവും യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്യണം. അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം. അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടുന്നതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്നാൽ, ഇത് നിങ്ങളുടെ തലമുറയിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അതിൻ്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയുമരുത്. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ 2 പ്രധാന ആത്മീക സന്ദേശങ്ങൾ നാം കാണുന്നു. ആദ്യം, പുരോഹിതന്മാർ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വെങ്കല കഴുകുപാത്രത്തിൽ കൈകളും കാലുകളും കഴുകണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഇത് ശരീരശുദ്ധിയെക്കുറിച്ച് മാത്രമല്ല, ദൈവസന്നിധിയിൽ വിശുദ്ധ ഹൃദയത്തോടെ നിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്
ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ പുറമേയുള്ള രൂപത്തേക്കാൾ ഹൃദയത്തിൻ്റെ വിശുദ്ധിയെയാണ് ആഗ്രഹിക്കുന്നത്. തുടർന്ന് ദൈവം വിശുദ്ധ അഭിഷേക തൈലം തയ്യാറാക്കുവാൻ നിർദ്ദേശിക്കുകയാണ്. ഈ തൈലം സമാഗമന കൂടാരത്തെയും നിയമപെട്ടകത്തെയും യാഗപീഠത്തെയും പുരോഹിതന്മാരെയും ദൈവ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നതിനായിരുന്നു. ഇതിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെയും ലോകത്തിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ വിളിച്ചിരിക്കുന്നു. വിശുദ്ധീകരണമില്ലാതെ അഭിഷേകത്തിൻ്റെ അനുഭവം പൂർണ്ണമാകുന്നില്ല. ദൈവം ആദ്യം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും തുടർന്ന് തൻ്റെ ആത്മാവിനാൽ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം, എൻ്റെ ജീവിതം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണോ? എൻ്റെ ഹൃദയം ദൈവവചനത്താൽ ദിവസവും ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം വിശുദ്ധീകരണത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും പാതയിൽ മുന്നേറട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ അനുഗ്രഹീത ജീവിതം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാ അശുദ്ധികളിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച് അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലെ രോഗികളായവർക്ക് സൗഖ്യവും വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും അവിടുന്ന് നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ എല്ലാവരെയും നിറച്ച് തൻ്റെ വഴിയിൽ നടത്തുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.